മന്ത്രി രാജീവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അടുത്ത് പുറത്തു വന്നിരുന്നു. കേരളത്തിലെ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ 40,000-40,000 പിള്ളേർ തിരിച്ചു വന്നിട്ടുണ്ടെന്ന്, റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുന്നുണ്ട് എന്ന്. അപ്പം അങ്ങനൊരു ഫിനോമിനൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ, റിവേഴ്സ് മൈഗ്രേഷൻ? ഇതൊരു ഇക്കണോമിക് സാധനമല്ല ബാബു. ഞാനതിനെ, ബാബുവിൻ്റെ ചോദ്യത്തിനകത്ത് മുഴുവൻ ഇക്കണോമിക്സ് ആയിരുന്നു. ഞാനതിനെ താരതമ്യേന സോഷ്യലായിട്ടാണ് കാണുന്നത്. എനിക്ക് വയസ്സ് 45, പക്ഷേ എനിക്ക് ഈ പറയുന്ന ഒരു 18-നും ഈ പറയുന്ന ഒരു 35-നും ഇടയിലുള്ള ഒരുപാട് കുട്ടികൾ സ്ഥിരമായി കാണുകയും അവരുടെ ഒരു സ്വാതന്ത്ര്യ വാഞ്ചയുണ്ടല്ലോ, അതിനോട് കോപ്പി ചെയ്യാൻ നമ്മുടെ ഒരു സൊസൈറ്റിക്ക് പറ്റാത്തത് കൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. താരതമ്യേന ബെറ്റർ ഓഫ് ആയിട്ടുള്ള ജീവിതം, രാജുവേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇൻഫോ പാർക്കിൽ ഈ പറയുന്ന AC റൂമിനകത്തിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകൾ പോലും കെയർ ജോലി എടുത്ത് UK നിൽക്കുന്നതിൻ്റെ കാര്യം അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫും വ്യക്തി സ്വാതന്ത്ര്യവും ഒരാളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കലും, ഇങ്ങനെ ചില ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം ഈ മൈഗ്രേഷനെ പലപ്പോഴും നമ്മൾ ഇക്കണോമിക്സ് കൊണ്ട് മാത്രം, അത് ഒരുപക്ഷെ നമ്മുടെ ഒരു ഗൾഫിൻ്റെ ഹാങ് ഓവർ കൊണ്ട് പറയുന്നതാണ്, നമ്മളതിനെ ഇക്കണോമിക്സ് കൊണ്ട് മാത്രം അളക്കാൻ പറ്റില്ല, അതിനെ സോഷ്യലായിട്ട് തന്നെ കാണേണ്ടി വരും. ഒരു സൊസൈറ്റിയുടെ പ്രശ്നം നമുക്കുണ്ട്, അതിനെ അഡ്രസ്സ് ചെയ്യാത്തടത്തോളം കാലം ആരെത്ര ഈ പറയുന്ന കൺഡ്യൂസീവായിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റ് കേരളത്തിൽ ക്രിയേറ്റ് ചെയ്താലും ആളുകൾ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും.